ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല പുളിയൊക്കെയുള്ള നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വലിയ ഇഞ്ചിയൊന്നും എടുക്കണ്ട, ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതിലെ നീര് മാത്രം ഒന്ന് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 ഏലക്കായും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മൾ സാധാരണ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ ഏലക്കായൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അരിപ്പ വെച്ചിട്ട് തന്നെ മാറ്റുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇനിയാണ് നമ്മളിത് 2 ലെയറാക്കി എടുക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഈ ഒരു ഐസ് ക്യൂബാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന്. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ, എങ്കിലേ നല്ലൊരു കളറൊക്കെ കിട്ടത്തുള്ളൂ. അതേപോലെ നല്ല മധുരമുള്ളത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തണ്ണിമത്തിന് മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. കാരണം നമ്മൾ ഈ ഐസ് ക്യൂബ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് കുടിക്കുമ്പോൾ മധുരം ഇല്ലാന്നൊന്നും തോന്നരുത്. അപ്പോൾ അതിന് വേണ്ടി വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ, മധുരം കുറവാണെങ്കിൽ മാത്രം. അപ്പോൾ ഞാനിതാ ഇവിടെ ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് അരിപ്പ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അരിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ ഐസ് ഉണ്ടാക്കുന്ന ട്രേയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഐസാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ചതിൻ്റെ ചെറിയ പതയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു സൈഡിൽ അത്ര കളർ തോന്നാത്തത് കേട്ടോ. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്കല്ല ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ ലൈം ജ്യൂസ് അടിക്കുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് 2 ലെയറൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം കുറച്ചധികം തന്നെ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും വേണ്ട ഒരു ഗ്ലാസ്സിലോട്ട്. ഞാനിവിടെ കുറച്ച് സബ്ജാ സീഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കസ്കസ് എന്നോ ഒക്കെ പറയുന്ന ആ സീഡാണ്. അത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ സബ്ജാ സീഡൊക്കെ പെട്ടെന്ന് കുതിർന്ന് വരും. നമ്മൾ കസ്കസിനെക്കാട്ടും വളരെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ, കാണാനും കുറച്ചും കൂടിയൊക്കെ ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ച ടൈമിൽ തന്നെ ഇതൊന്നിങ്ങനെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈം ജ്യൂസ് സെറ്റ് ചെയ്താലോ. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം തന്നെ ലൈം ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കല്ലോ. അപ്പോൾ അതാണ് അതിൽ 2 ലെയറായിട്ട് നമുക്ക് കാണുന്നത്. നമുക്ക് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെയറായിട്ടുള്ള ലൈം ജ്യൂസൊക്കെ കൊടുത്തിട്ട് അവരൊന്നും നെട്ടിക്കാട്ടോ. ഭയങ്കര സിമ്പിളുമാണ്. കുറച്ചധികം ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതാ നമ്മുടെ 2 ലെയറായിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അല്പം സബ്ജാ സീഡും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ വിരുന്നുകാരൊക്കെ നെട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൈം ജ്യൂസാണ് കേട്ടോ ഇത്. 2 ലെയറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക് യു.